الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനിമാരെ സഹോദര സഹോദരിമാരെ അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശന വിധിവിലക്കുകൾ ജീവനത്തിലെ പ്രതി ഓരോ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് ഞങ്ങളെ രഹസ്യ ജീവനത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല മുത്തഖിയായിട്ട് ജീവിക്കൂ ശ്രദ്ധിക്കണോ ചെന്ന് സ്വന്തം നഫ്സിനെ മറക്കാണ്ട് ഇവിടെ കൂടിയതായി ഓരോ സത്യവിശ്വാസി വിശ്വാസിനിമാരൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുന്നതായ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടി കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിട്ട് മരിക്കവും നാളെ പരലോകത്തവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒട്ടുക്ക് ചേരുള്ളതായി മഹാ സൗഭാഗ്യ
റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായിട്ടുള്ള ഇസ്ലാം ദീൻ ഒരുപാട് ബന്ധങ്ങളെ സംബന്ധിച്ചിട്ട്, റിലേഷനെ സംബന്ധിച്ചിട്ട് പടിവാട്ടിത്തം. മനുഷ്യരെല്ലാവരും പരസ്പര ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായ അൽമാറൈത്തിക്കറ. മാതാപിതാക്കന്മാരായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, അയൽവാസി ബന്ധങ്ങളുണ്ട്, സാഹോദര്യ ബന്ധങ്ങളുണ്ട്, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, ഗുരുശിഷ്യ ബന്ധങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഓരോ ബന്ധങ്ങൾ പരിശോധിച്ചു നോക്കിയിട്ടായെങ്കിലും എല്ലാം മനുഷ്യ നന്മകളുള്ളതായി തീക്കറ്. പരസ്പര ബന്ധങ്ങളില്ലാണ്ട് ജീവിക്കുക സാധ്യമേ അല്ല. എല്ലാവും നാളെ പാരത്രികമായ ലോകത്ത് പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതുകൊള്ളതായ ചോദ്യങ്ങൾ കേൾക്കുകയാണ് ചെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പടിവാട്ടി തന്ന കാര്യമായി തിക്ക. പ്രത്യേകിച്ച് ഞങ്ങളെ കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് ജുമാരെ സമയത്തിൽ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതായി തിക്കറ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് കുടുംബ ബന്ധത്തെ സംബന്ധിച്ചിട്ട്, അർഹാമുകളെ സംബന്ധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കൊണ്ട് ചെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പടിപാടി തന്നതായി തിക്കർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബന്ധങ്ങളെ സംബന്ധിച്ചിട്ട് പ്രത്യേകമായിട്ട് പടിപാട്ടി തന്നു. ഒരാൾക്ക് സുരക്ഷിതമായിട്ട് സമാധാനത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കണമുണ്ടായെങ്കിൽ ഈ ബന്ധങ്ങൾ നല്ല നിലക്ക് നിലനിൽപ്പാട്ടെങ്കിൽ മാത്രമേ സാധ്യ. അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ത് അയ്യുഹന്നാസ്, ഓ മനുഷ്യന്മാരെ, അഫ്സുസ് സലാമ, നിങ്ങൾ പരസ്പര സലാം ചൊല്ലണോ. വഅത്ഇമുത് തുആമ, പാവപ്പെട്ടതായ ആൾമാർക്ക് നിങ്ങൾ ഫുഡ് കൊടുക്കണം. നിങ്ങൾ ഫുഡ് കൊടുക്കണോ. വസിലുൽ അർഹാം, അതുപോലെ കുടുംബ ബന്ധം പുലർത്തണോ. വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, ജാവുക എഞ്ചത്ത് മുഴുവൻ ആൾമാരും ഉറങ്ങിയൊട്ടിക്കുമ്പൊത്തുക ജാവുക എഞ്ചത്ത് നിങ്ങൾ നിസ്കരിക്കണോ. തദ്ഖുലുൽ ജന്നത ബിസലാം, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ടായെങ്കിൽ ആക്കേണ്ടായെങ്കിൽ സുരക്ഷിതമായിട്ട് സലാമോട് കൂടിയിട്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാച്ചെന്ന് അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിത്തു. ഇപ്പോൾ ഒന്നാമതായിട്ട് അഫ്സുസ് സലാം, സലാം ചെല്ലണോ ചെല്ലണം. ആ ഒരു ശീലം എനിക്ക് എപ്പോഴും ഉണ്ടാവും. ഇന്ന് സലാമുറെ ത്വരീക്ക ചേഞ്ച് ആയിട്ടുണ്ട്. പ്രത്യേകമായിട്ടുള്ള ഗുർത്ത ഇന്ന ആൾമാർക്ക് മാത്ര സലാം ചെല്ലേ, അല്ലെങ്കിൽ ചങ്ങായിമാർക്ക് മാത്ര സലാം ചെല്ലേ, അല്ലെങ്കിൽ ഞങ്ങളെ സംഘടനയിലുള്ള ഞങ്ങളെ ഗ്രൂപ്പിൽപ്പെട്ട ആൾമാർ കാണുമ്പോഴത്തേക്ക് മാത്ര സലാം ചെല്ലതായ ഒരു സാഹചര്യമായിട്ട് ഇക്കറയുണ്ട് നടന്നുകൊണ്ടുള്ളത്. ബാപ്പക്ക് സലാമില്ല, അല്ലെങ്കിൽ ഉമ്മറൊട്ടു പോയെങ്കിൽ ഉമ്മക്ക് സലാമില്ല, ഔത്തുക്ക് സലാമില്ല, ഔത്ത് പ്രവേശിക്കുമ്പോൾ സലാം ചെല്ലില്ല, ചങ്ങായിമാരൊട്ട് പോകുമ്പോഴത്തേക്കു സലാമും തുടങ്ങിയ ഉസ്താദുമാരെ കാണുമ്പോഴത്തേക്കു ഇൽമുല്ല ആൾമാരെ കാണുമ്പോഴത്തേക്കു സലാമും ഒക്കെ ചെല്ലതായി തിക്കനെ കണ്ടോട്ടുള്ളേ. അപ്പോൾ ഒന്നാമതായിട്ട് ഒരു വിശ്വാസി ആവണുണ്ടായെങ്കിൽ പരസ്പര സ്നേഹിക്കോ. അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടണം. നിങ്ങൾ സ്വർഗത്തുക്കും വർക്കത്തുക്കും പ്രവേശിക്കില്ല ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസിയാവർത്തോളം വർക്കത്തുക്കും സ്വർഗത്തുക്ക് പ്രവേശിക്കവും സാധ്യമേ അല്ല. അതുപോലെ നിങ്ങൾ വിശ്വാസം വലാ തുഅ്മിനു ഹത്താ തഹബ്ബു,
നിങ്ങൾ പരസ്പര ഇഷ്ടപ്പെടാത്തോളൂ നിങ്ങൾ ഓർക്കത്തൊക്കെ വിശ്വാസ്യമാവില്ലേ. അതിൽ പിന്നെ ചെന്ന് പരസ്പര ഇഷ്ടപ്പെടുന്നതായി ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ചെന്തട്ട അഫ്സു സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പര സലാം ചെല്ലോ. നിങ്ങൾക്ക് ഗൊന്തിന്ന ആൾമാർക്കും ഗൊന്തില്ലാത്ത ആൾമാർക്കും സലാം ചെല്ലോ. അതിലെൻ്റെ കൈത്തിക്കൊരു മടി എൻ്റെ കണ്ടുകൊണ്ടുള്ള വളരെ ബേജാറായിട്ടുള്ള കാര്യമായിത്തിക്കറ്. പ്രത്യേകമായിട്ടുള്ള ആൾമാർക്കാണ് ആണുമ്പത്തുക്ക് മാത്ര സലാം ചെല്ലതായ ഒരു അവസ്ഥ ഞങ്ങളെ പള്ളിയിലായിത്തിക്കറ്. പ്രത്യേകമായിട്ടുള്ള ശരീരം ഇന്നുണ്ടായെങ്കിലും വസ്ത്രം ഇന്നുണ്ടായെങ്കിലും താടി നോക്കിത്ത് തലപ്പാവ് നോക്കിത്ത് വസ്ത്രം നോക്കിത്ത് മാത്ര സലാം ചെല്ലതായ ഒരു അവസ്ഥ എൻ്റെ കണ്ടുകൊണ്ടുണ്ടു. സ്വർഗത്തുക്ക് സുഖകരമായിട്ട് പോക സാധ്യല്ല ഇതിൽ നിന്ന് മാറി നിന്നുണ്ടായെങ്കിൽ എല്ലാവർക്കും സലാം ചെല്ലും. അതുപോലെ പാവപ്പെട്ടതായ ആൾമാർക്ക് ഫുഡ് കൊടുക്കണം. ആർക്കും മിസ്കീന് ഫുഡ് കൊടുക്കുന്നത് നല്ല ഒരു ഏർപ്പാടായി തിക്കറ്. അല്ലെ പാവപ്പെട്ട കുടുംബക്കാർക്കുവാർ നിരക്കരലിക്കുവാർ അല്ലെങ്കിൽ അതിഥിയായിട്ട് വന്ന് ആരെങ്കിലും ഇക്കുവാർ ആർക്കും ഫുഡ് കൊടുക്കുന്നത് നല്ല ഒരു കാര്യമായിട്ട് നിങ്ങൾ ഫുഡ് കൊടുക്കണോ. വസിലുൽ അർഹാം, അതുപോലെ കുടുംബ ബന്ധം നിങ്ങൾ നിലനിപ്പാട്ടണോ, ചേർക്കണം. എങ്ങനെ കുടുംബ ബന്ധം ചേർക്കുന്നത്? തപ്പിപ്പോയിട്ടുള്ളേ മുറിഞ്ഞു പോയ ബന്ധത്തെ ആദ്യമായിട്ട് ചേർക്കണം. നല്ലയിലുള്ള അങ്ങനൊട്ടിಗೆ ചേർക്കുകൊണ്ടല്ല, അത് ചേർക്കാം, അത് പുണ്യമുള്ള കാര്യമായിട്ടിരിക്കും. ആയെങ്കിൽ ആരെല്ലാം തെറ്റിപ്പിരിഞ്ഞിരാറ് അർസാക്കിത്തുള്ളാറ് അങ്ങനെ നിങ്ങൾ ബന്ധിപ്പിക്കൂ ശ്രദ്ധിക്കണോ. പരസ്പരം ഒരുമിച്ച് പോവൂ ശ്രദ്ധിക്കണം. അതായിട്ടിക്കറ് കുടുംബ ബന്ധം ചെല്ല മുറിഞ്ഞു പോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കണോ. നാലാമതായി ചെന്ന് ജാവുകൂ എഞ്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം. എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പൊത്തുകൂ ജാവുക എഞ്ചിത്ത് ഫജ്ർ നിസ്കാരത്തോടെ ഒരു അരഗണ്ട മുന്നറിയിച്ചിട്ട് നിസ്കരിക്കുന്നത് അത് വളരെ പുണ്യമുള്ള കാര്യമായി തിക്കറ്. സൂറത്തുൽ മുസമ്മിൽ എടുത്ത് എടുത്തുണ്ടായി നിങ്ങൾക്ക് കാണാൻ സാധ്യ. എല്ലാ രൂപത്തിലുള്ള ആഫിയത്തും ആരോഗ്യം കിട്ടുകയെല്ലാം അതൊരു കാരണമായി തിക്കറ്. ജാവുകു എഞ്ചിത്ത് നിസ്കരിക്കുന്നത് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടിಗೆ ദഅവത്തുര കാര്യ തുടങ്ങുമ്പൊത്തുകൂ ആദ്യമായിട്ട് സൂചിപ്പിച്ചത് നീ ജാവുക എഞ്ചിത്ത് നിസ്കരിക്കണോ. കുമിൽ ലൈല ഇല്ല ഖലീല നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല. ഇങ്ങനെ ചെന്ന് ദഅവത്തുരെ ആ ഒരു ഭാഗത്തുക്ക് പോകുമ്പൊത്തുകൂ ഇനിയുള്ള ദാവത്തുക്ക് നീ പ്രവേശിക്കുന്നത് കൊണ്ടു ജാവുക എഞ്ചിത്ത് നിസ്കരിക്കണോ. അല്ലാഹുവൊട്ടിಗೆ പ്രാർത്ഥന ആക്കണോ, ഇബാദത്തെടുക്കണോ. അപ്പൊ നിനക്ക് സംസാരിക്കും പൽക്ക പറയും ആരോഗ്യത്തുമെല്ലാം നല്ല തൗഫീഖ് ഉണ്ടാവും. ചെന്തായി തിക്കറ് ഖുർആന്റെ വ്യാഖ്യാനം നമുക്ക് പടിവാട്ടി തണ്ടത്. അപ്പൊ ബന്ധങ്ങൾ ചെല്ലത് ഏറ്റവും പവിത്രമായിട്ടുള്ള കാര്യമായി തിക്കറ്. അതില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബന്ധ അള്ളാഹുമായിട്ടുള്ള ബന്ധമായി തിക്കറ്. ഏറ്റവും അവകാശപ്പെട്ടത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള റബ്ബുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കലായി തിക്കറ്. ഒരു വിശ്വാസിക്ക് ഏറ്റവും നല്ല ബന്ധം അള്ളാഹുമായിട്ടുള്ള സംബന്ധം വേണം. അള്ളാഹുമായിട്ട് നല്ല ബന്ധം വേണം. അള്ളാഹുമായിട്ടുള്ള നല്ല ബന്ധം ഇന്നുണ്ടായെങ്കിൽ നമുക്ക് അള്ളാഹുരെ സംരക്ഷണ ഉണ്ടാവും. പേടിക്കലെ ആവശ്യകതയില്ല. ലോകത്തുള്ള മുഴുവൻ ആൾമാരും തിരിഞ്ഞിട്ടായെങ്കിലും അള്ളാഹു ഞങ്ങളെ കൂടെ ഉണ്ടായെങ്കിൽ എൻ്റെ കൂടെ റബ്ബുണ്ട് ഇന്നുണ്ടായെങ്കിൽ ആറ് എന്ത് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും വിശ്വാസികുമാർക്ക് വർക്കത്തുക്കും പേടിക്കുകയില്ല. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടോ. ആ അള്ളാഹുവെ സംബന്ധിച്ചിട്ട് നല്ല ബന്ധനെപ്പാട്ടണം. എന്തായി തിക്കറ് അള്ളാഹുവരെ സംരക്ഷണ എങ്ങനെ കിട്ടറ് അതായി തിക്കറ് ആദ്യമായിട്ട് നോക്കേണ്ടത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്ക വിളിച്ചിട്ട് ചെല്ലകൊണ്ടു. ആരായി തിക്കറ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായിട്ടുള്ള ഒരു സ്വഹാബി.
ഒരുപാട് അറിവുള്ളതായ ഇൽമുള്ളതായ സ്വഹാബിമാരെ കൂട്ടത്തിൽ യാറ ജ്ഞാനമുള്ളതായ നല്ല ഇൽമുള്ളതായ സ്വഹാബി റഈസുൽ മുഫസ്സിരീൻ ചന്തായി അറിയപ്പെടുന്നു. മുഫസ്സിറുമാരെ നേതാവായിട്ട് ലീഡറായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, മുട്ട പിടിച്ചിട്ട് പ്രാർത്ഥിച്ചത്. അതല്ലാത്ത സമയത്തും പ്രാർത്ഥനാക്കി അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീൽ. അല്ലാഹുവേ ഇബ്നു അബ്ബാസ് നീ ഇൽമു കൊടുക്കണേ, വ്യാഖ്യാനം നീ കൊടുക്കണേ റബ്ബേ. അല്ല വ്യാഖ്യാനാക്കുക, തഫ്സീറാക്കുക, നല്ല ഇൽമു ഫിഖ്ഹി ജ്ഞാനം കൊടുക്കണേ റബ്ബേ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായ സ്വഹാബി. ഒരുപാട് പിന്നീട് പിൽക്കാലത്ത് നബിയുടെ പ്രാർത്ഥന കൊണ്ടൊത്തു ഒരുപാട് ഇൽമു കരസ്ഥമാക്കുക സാധ്യായിരു. അയാളൊട്ടിಗೆ സ്വഹാബത്ത് കേൾക്കാറ്, നിങ്ങൾക്ക് ഇത്രയും ഇൽമു കിട്ടുള്ള കാരണം എന്തരേ, ഇത്രയും നോളേജ് നിങ്ങൾക്ക് ഉണ്ടായിത്തല്ലേ, അതുപോലെ കാരണം എന്തരേ, അത് മനസ്സിലാക്കണോ. ഓരോ സത്യവിശ്വാസിമാർ മനസ്സിലാക്കണം, ഓരോ സ്റ്റുഡൻറ്റുമാർ മനസ്സിലാക്കണം. ഇൽമു എങ്ങനെ ഉണ്ടാക്കാം, അറിവ് എങ്ങനെ ഉണ്ടാക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പടിപാട്ടി തന്നെ കൈഫ അദ്റക്തുമുൽ ഇൽമ, നിങ്ങൾക്ക് ഇൽമ എങ്ങനെ കിട്ടിയേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് ബിലിസാനിൻ സഊൽ, 3 വിഷയ പടിപാട്ടി. 3 വിഷയ ഒരാളൊട്ടിಗೆ ഇന്നുണ്ടായെങ്കിൽ ഇൽമു കരസ്ഥമാക്കുക സാധ്യാവൂ. ഒന്നാമത്തത് ബിലിസാനിൻ സഊൽ, കേൾക്കുന്നതായ നാവ് വേണു, ചോദിക്കുന്നതായ നാവ്. ഗൊಂತಿಲ್ಲ ಎಂಟಾയെങ്കിൽ ഇനൊരാളൊട്ടിಗೆ കേൾക്കണം, ആ ഒരു നാവ് വേണു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അയാളെ ഒരു കിതാബുണ്ട് അദ്ദാഉ വദ്ദവാഉ ചന്ത്, രോഗവും അതുപോലെ മറന്ന് ചെന്ന് ഒരു കിതാബുണ്ട്, വലിയ കിതാബ്. ഒരുപാട് സംബന്ധിച്ചത് ചികിത്സയും രോഗത്തെ സംബന്ധിച്ച് പടിവാട്ട്. അതിലെ തുടക്കത്തിൽ ആദ്യ ഭാഗത്തെല്ലാം കാണാൻ സാധ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ച് കൊണ്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പടിവാട്ടുണ്ട്. ഒരു സ്വഹാബിമാർ ഒരു യാത്ര പോയി തിക്കറാറ്. അപ്പോൾ യാത്ര പോകുമ്പോഴത്തു അവിടെ ജാവും അല്ലെങ്കിൽ യാത്ര പോയതായ സമയത്ത് ഒരു സ്വഹാബിക്ക് തലയ്ക്ക് നല്ല അടിയാവും. തലയ്ക്ക് അടിയായി താമത്തു ഒരു കല്ല് കൊണ്ടുത്തു തലയ്ക്ക് അടിയാ ഒരു ചോര പണ്ട് ചമ്മ നൊമ്പല സഹിച്ചുകൊണ്ടു പൊട്ടിട്ട് ചോര വന്നിട്ടുണ്ട്. അങ്ങനെ ജാവു ഉറങ്ങുമ്പോഴത്തു അയാൾക്ക് സ്ഖലനം ഉണ്ടാവും, ഇഖ്തിലാം ഉണ്ടാവും. ഇപ്പൊ കുളി നിർബന്ധാവും അയാൾക്ക്. സുബൈക്ക് നിസ്കരിക്കണല്ലേ, ഫർദ് നിസ്കാരമുണ്ട്, സുബൈ നിസ്കരിക്കണം, അപ്പൊ കുളിക്കൂ നിർബന്ധല്ലേ. അപ്പൊ ബാക്കിയുള്ള സ്വഹാബിമാരുടെ കേട്ട എന്തെങ്കിലും ഒരു റുഖ്സത്തുണ്ടോ, എന്തെങ്കിലും പരിഹാരം ഉണ്ടാ, എന്തെങ്കിലും തന്നി തൊടാമാറ് കുളിക്കൂ, എന്തെങ്കിലും പരിഹാരം ഉണ്ടോ, തയമ്മം പോലത്തെ എന്തെങ്കിലും ഉണ്ടാ ചെന്ന് കേൾക്കുക. അപ്പൊ സ്വഹാബത്ത് ചെന്നറിയില്ല, അങ്ങനെ എന്തില്ല, നിങ്ങൾക്ക് നിർബന്ധമായിട്ടു നിങ്ങ അത് തന്നെയേ യൂസ് ആക്കണം. അങ്ങനെ അയാൾ കുളിക്കറ്, കുളിച്ചിതാമൊത്തുക അയാൾ മരണപ്പെടറ്, മരിക്കരയാൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയ കിട്ടറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് നിങ്ങൾക്ക് ഗൊಂತಿಲ್ಲ ಎಂಟಾയെങ്കിൽ ഗൊಂತಿല്ല ആൾമാരൊട്ടെ കേൾക്കണ്ടേ, ഇതുപോലെ പരിഹാരം എന്തുണ്ടോ കേൾക്കണ്ടേ നിങ്ങ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാർത്തുണ്ട് ശിഫാഉൽ ഇയ്യി അസ്സുആലു, അജ്ഞതയുള്ളതായ മറந்து അത് അസ്സുആലു കേൾക്കുന്നതായി തിക്കറ്, ക്വസ്റ്റ്യൻ ആയി തിക്കറ്. വിവരം ഇല്ല ಎಂಟಾയെങ്കിൽ ജഹലുള്ളതായ മറந்து. ನಂಗೊಂದು ವಿಷಯ ಗೊತ್ತಿಲ್ಲ ಎಂಟಾയെങ്കിൽ ನಕ್ಕದು ವಿಷಯ ಗೊತ್ತಿಲ್ಲ ಎಂಟಾയെങ്കിൽ ನಕ್ಕದು
ഒരു ರೋಗ ಆಯ್ತಿಕ್ಕರು ഒരു ವಿಷಯ ನಕ್ಕು ಗೊತ್ತಿಲ್ಲ ನಾಲೆಜ್ ಇಲ್ಲ ಅಂಟಾയെങ്കിൽ അതൊരു സീക്ക് നക്ക് ആ നോളേജ് നമുക്ക് കിട്ടണുണ്ടായെങ്കിൽ ആ സീക്ക് സുമറാവുണ്ടായെങ്കിൽ ആ സുആലു അത് കേൾക്കണോ ഒരു വിഷയം നക്ക് ಗೊತ್ತಿಲ್ಲ ಅಂಟಾയെങ്കിൽ വിവരമുള്ള ആൾമാരൊട്ടിಗೆ കേൾക്കുന്നത് അത് ಅದರ മറந்தாയിത്തിക്കറ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അവിടെ ആ കിതാബിൽ കൊമന്നത് കാരണം എന്താ ചെന്നിട്ടായെങ്കിൽ വിവരമില്ല ಅಂಟಾയെങ്കിൽ വിവരമില്ലായ്മ ചെല്ലത് അതൊരു നമുക്കൊരു സീക്കായിത്തിക്കറ് ಗೊತ್ತಿಲ್ಲ ചെല്ലത് ಅದರಲ್ಲ മറന്നെന്തായിത്തിക്കറ് അസുആലു ക്വസ്റ്റ്യൻ കേൾക്കുന്നത് അപ്പൊ ഇവിടെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെല്ലറ് ബിലിസാനിൻ സഊൽ കേൾക്കുന്നതായ നാവ് വേണം ನಾನು പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും ಗೊತ್ತಾയില്ല ಅಂಟಾയെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇങ്ങനെ തെച്ചിത്ത് ഉസ്താദ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെ എടുക്കുമ്പോൾ ಗೊತ್ತಿಲ್ಲ ಅಂಟಾയെങ്കിൽ അവിടെ നോട്ടാക്കിയത് അത് കേൾക്കണം ഒപ്പമേ കേൾക്കണം അല്ലെങ്കിൽ പിന്നെങ്കിലും കേൾക്കണത് അത് നല്ല ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണമായി തിക്കറ് ಗೊತ್ತಿಲ್ಲ ಅಂಟಾയെങ്കിൽ നോട്ടാക്കിത്ത് പിന്നെ പോയിട്ട് കേൾക്കറ് അപ്പായി തിക്കറ് വിവരമുണ്ടാവുക ഏത് വിഷയം അത്രയായി തിക്കറ് ചോദിക്കുന്നതായ നാവ് വേണു രണ്ടാമതായിട്ട് പടിവാർത്തുന്നു കൽബിൻ അഖൂൽ അതുപോലെ ചിന്തിക്കുന്നതായ കൽബും വേണു ഈ ഒരു ആയത്ത് എന്തൊരു വിഷയത്തിലായി തിക്കറ് ഏത് വിഷയത്തിലായി തിക്കറ് അള്ളാഹു ഇറക്കിയിട്ടുള്ളേ ഇതുകൊണ്ടു അള്ളാഹു എന്തായി തിക്കറ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഹദീസ് കൊണ്ട് എന്തായി തിക്കറ് ഉദ്ദേശിച്ചിട്ടുള്ളത് ചെന്ന് ഏതൊരു വിഷയം കേൾക്കുമ്പോൾ അതിൽ ചിന്തിക്കുന്നതായ കൽബും വേണം അങ്ങനെ ഒരുപാട് വിവരമുണ്ടായിട്ട് കാര്യമില്ല പക്ഷേ അതുകൊണ്ടു ചിന്തിക്കണോ ഒരുപാട് പഠിച്ചത് കൊണ്ടു ഡിഗ്രി എടുത്തത് കൊണ്ടു കാര്യമില്ല അത് പഠിക്കണം ഹൃദയത്തിന് പറഞ്ഞോ അതുകൊണ്ടു ചിന്തിക്കുന്നതായ ആ ഒരു മനസ്സുണ്ടാവും മൂന്നാമതായിട്ട് പടിപാടുത്തന്റെ വബദനിൻ ഗൈറു മലൂൽ വബദനിൻ ഗൈറു മലൂൽ മടുപ്പില്ലാത്ത ബോറാവാത്ത ശരീരവും വേണോ ബോറിംഗ് ആവാത്ത ഇന്നത്തെ കാലത്ത് നിങ്ങൾ ക്ലാസ് റൂമിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 10-5 മിനിറ്റ് ക്ലാസ് എടുക്കുകയൊക്കെ സാധിക്കറേ ഒരു 10 മിനിറ്റ് യാരെടുക്കുമോ മക്ക പിന്നെ അവിടെ കിട്ടില്ല ശ്രദ്ധിച്ച് കേൾക്കില്ല മടിയായി തിക്കറ് മടുപ്പായി തിക്കറ് ബോറായി തിക്കറ് എപ്പോഴും ഇതേ ഒരു വിഷയ എപ്പോഴും ഇതേ ക്ലാസ് ആയി തിക്കറ് ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ല വിഷയം കേൾക്കുമ്പോഴത്തേക്കും ബോറിംഗ് ആയിപ്പോണ്ടേ അങ്ങനെ ബോറടിച്ചിട്ടായെങ്കിൽ ഇൽമു കിട്ടല് ബോറാവാത്ത മടുപ്പ് വരാത്ത ശരീരം എന്നിട്ടായെങ്കിൽ ഇൽമു കരസ്ഥമാക്കാം എനിക്കെല്ലാം നല്ല നല്ല വിഷയം കേൾക്കുമ്പോൾ നല്ല നല്ല ക്ലാസ് കേൾക്കുമ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കേൾക്കുമ്പോൾ വർക്ക് പണ്ട് പിന്നെ ബോറായിട്ട് പോകണ്ട് മനസ്സ് പണ്ടില്ല നേരെ മറിച്ചിട്ട് വേറെന്തെങ്കിലും ദുനിയാവുടെ വിഷയം നോക്കുന്നെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വാട്സപ്പിലാവട്ടെ ഏതെങ്കിലും എടുത്ത് നോക്കും ഒരു കളി എടുത്ത് നോക്കൂ ഒരു ക്രിക്കറ്റ് എടുത്ത് നോക്കൂ ഫുട്ബോൾ എടുത്ത് നോക്കൂ എത്ര മണിക്കൂർ വേണമെങ്കിലും നല്ല ഉത്സാഹത്തിൽ ഉന്മേഷത്തിൽ അവിടെ ദഹിക്കുക സാധ്യാവൂ എത്ര മണിക്കൂർ വേണമെങ്കിലും ಅದರ മുന്നിൽ ദഹിക്കുവാർ എങ്കിൽ നല്ല ഒരു വിഷയം ഒരു 10 മിനിറ്റ് ഒരു ക്ലിപ്പ് കേൾക്കുക നമുക്ക് മനസ്സിക്ക് നമുക്ക് അതുകൊള്ളതായ മനസ്സ് പണ്ടില്ല ചെല്ലത് മടുപ്പായി തിക്കറ് കേൾക്കൂ ഒരേ നേരം കേൾക്കുമ്പോഴത്തേക്കു മടുത്തു പോയിട്ട് നമുക്ക് മയ്യാവും ഇങ്ങനെ ഒരു മനസ്സിന്നുണ്ടായെങ്കിൽ ഇൽമു കരസ്ഥമാക്കുക സാധ്യാവില്ല ചെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പടിപാട്ടൻ ഒന്നാമതായിട്ട് ചോദിക്കുന്നതായ നാവ് വേണു ചോദ്യം ಗೊತ್ತಿല്ലെങ്കിൽ മാത്രമായി തിക്കറ് ചോദിക്കണം അത് മനസ്സിലാക്കണം ക്വസ്റ്റ്യൻ കേൾക്കുന്നത് ഒരാളെ കുടുക്കുക വേനായിട്ട് ക്വസ്റ്റ്യൻ കേൾക്കുന്നതായ ആൾമാരുണ്ടോ അത് തീരാ അവണ്ടിಗೆ എത്ര വിവരമുണ്ടോ നോക്കാം അവണ്ടിಗೆ എത്ര വിവരമുണ്ടോ ചെന്ന് നോക്കാം പഠിക്കുകൊണ്ടല്ല പഠിക്കുന്നതായ ചോദ്യങ്ങളായി തിക്കണം ഒരാളെ കുടുക്കുക വേനായിട്ട് ആൾമാരുടെ ഇടയിൽ അവന്റെ കൊറോടിയാക്കുക വേനായിട്ട് അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ പാടില്ല ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ മുന്നൽ കഴിഞ്ഞു പോയതായി ആൽമാർ അമ്പിയാക്കന്മാരൊട്ടിಗೆ ഒരുപാട് ചോദ്യങ്ങളില്ലാത്ത ചോദ്യങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അങ്ങ്
നശിച്ചു പോയാറ് ചെന്ന് അള്ളാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിവാഴ്ത്തണം. അപ്പൊ നല്ല കാര്യങ്ങൾ ചോദിക്കാം. തർക്കാക്കൗബേനായിട്ട് ചോദ്യം പാടില്ല. ഞങ്ങളായിട്ട് തർക്കാക്കൗബേനായിട്ട് വേറൊരു ഗ്രൂപ്പ്, ഒരുപാട് ചർച്ച, ഒരുപാട് പണ്ഡിതന്മാരെ ഒരുപാട് അഭിപ്രായം എടുത്തിട്ട് ഈ ഗ്രൂപ്പിലിട്ടിട്ട് പുതിയൊരു ഗ്രൂപ്പാക്കിയിട്ട് 10 ആൾ കൂടെ ഇങ്ങനെ ചർച്ചാക്കറ് അപ്പുറം ഇപ്പുറം ചർച്ചാക്കിയിട്ട് ഗീബത്ത് എന്നതായ ആൾമാർ ഒരുപാടുണ്ട്. ഞങ്ങളെ സഹോദരന്മാർ മനസ്സിലാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ത് വമിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യാനി. ഒരു മുസ്ലിമായ മനുഷ്യന്റെ നല്ല സ്വഭാവത്തിൽ പെട്ടതായി തിക്ർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുപിടുന്നത്. എന്നൊക്കെ ആവശ്യമില്ല ഒരാളെ വിഷയ കേൾക്കുക മനസ്സിലാക്കും അല്ലേ. അതുകൊണ്ട് നാണ് വിട്ടുപിടുറച്ചಂತ വിട്ടുപിടുറവണോ അവന് യഥാർത്ഥ നല്ല സ്വഭാവത്തിൽപ്പെട്ടവനായി തിക്ര. ഒരു മുസ്ലിമിന്റെ നല്ല സ്വഭാവമായി തിക്ര ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടും. ഇനൊരാളെ സീക്രട്ട് അന്വേഷിക്കുന്നതായ ആൾമാരുണ്ട്, ഒരുപാട് ആൾമാരുണ്ട്. മനസ്സിലാക്കുന്നു. ഒരു കവി പാടിയതുപോലെ ഒരു കവി മുന്നൽ പാടിത്തുള്ളൂ. നാണ് ലസ്തു ബിമുബിദിൻ ബി അസ്റാരിഹിം. ಅವರು ಕವಿತೆಯಲ್ಲಕ್ಕೆ ಕಾಣೋದು ಸಾಧ್ಯ. ಇನರಾಲೆ ರಹಸ್ಯ ನಾನು ವರ್ಕತ್ಗೂ ನಾನು ಕೇಕಿಲ್ಲ. ಇನರಾಲೆ ರಹಸ್ಯ ನಾನು ವರ್ಕತ್ಗೂ ನಾನು കേൾക്കൊണ്ടില്ല. അവൻ്റെ സീക്രട്ട് ನಾನು കേൾക്കൊണ്ടില്ല. അതുപോലെ ನಾನು ನನ್ನ ರಹಸ್ಯ സീക്രട്ട് ഇനറാൾക്ക് ನಾನು ചെന്തു കൊടുക്കുറുമില്ല. ನಾನು ನನ್ನ ರಹಸ್ಯ സീക്രട്ട് ನಾನು ആർക്കും ചെന്തു കൊടുക്കില്ല. ഇനറാലെ രഹസ്യ അവൻ്റെ സീക്രട്ട് ನಾನು കേൾക്കുറുമില്ല, എനിക്ക് ആവശ്യവുമില്ല. അങ്ങനെ ആയിത്തിക്കണോ ഒരു വിശ്വാസി. ബാക്കിയുള്ള ആൾമാരെ രഹസ്യങ്ങൾ അന്വേഷിച്ചിട്ട് ഗ്രൂപ്പിലിട്ടിട്ട് ചർച്ചാക്കുന്നതായ ആൾമാർ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ കേൾക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചത്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചെറിയ ചെറുക്കായി തിക്കർ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് പടിവാട്ടി കൊടുക്കും. യാ ഗുലാം, ഏ ചെറുക്ക, ഇന്നി ഉഅല്ലിമുക ബികലിമാത്തിൻ, നാനിക്ക് കൊറിയ കലിമത്ത് പടിവാട്ടണ്ട. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചെറിയ ചെറുക്കൈക്ക് മൊത്തകു കേക്കറ് ನಾ ಕೊರಿಯ ನಿಕ್ಕ ಕಲಿಮತ್ತು ಕೊರಿಯ ವರ್ಡ್ಸ್ ನಾನು ಪಡಿಬಾಟಿ ತಂಡ ಕೊರಿಯ ಪಲ್ಕನ ಚಿಕ್ಕ ಚಂತಂಡ അതുകൊണ്ടൊത്ത് നീ ശ്രദ്ധിച്ച് കേൾക്കണോ. ഇഹ്ഫദില്ലാഹ യഹ്ഫൽക, നീന് അള്ളാഹുരെ സൂക്ഷിച്ചുണ്ടായെങ്കിൽ, അള്ളാഹുരെ നീന് ജാഗ്രത ആക്കിണ്ടായെങ്കിൽ യഹ്ഫൽക, നിന്റെ അവನು കാക്കുവാണ്. നീ അള്ളാഹുരെ കാത്തുണ്ടായെങ്കിൽ, അള്ളാഹുരെ സൂക്ഷിച്ചുണ്ടായെങ്കിൽ അള്ളാഹു നിന്റെ സംരക്ഷണാക്കുക. ഒന്നാമത്തെ പൽക്കായി തിക്കറ് അള്ളാഹുരെ സംരക്ഷിക്കേണ്ടത്, അള്ളാഹുരെ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയായി തിക്കർ. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളൊಟ್ಟಿಗೆ ಎಂದ್ರೆ നിർവഹിക്കുക പഠിപ്പിച്ചാണ്, എന്ದ್ರೆ ആക്കുക ചെന്നാണ് അത് ഞങ്ങൾ ആക്കുന്നത്. അതുപോലെ എന്തെല്ലാം ഹറാമായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപിടകു ചെന്നാണ് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കറണ്ടായെങ്കിൽ അത് അള്ളാഹുരെ സൂക്ഷിക്കരുത് സമാനമായി തിക്കറ്. എല്ലാ തിന്മയിൽ നിന്നും മാറി നിന്നെത്ത് നല്ല മുത്തഖിയായിട്ട് തഖ്വ തൊട്ടിಗೆ ജീവിക്കുക സാധ്യ അവരുണ്ടായെങ്കിൽ യഹ്ഫൽക, അള്ളാഹു നിന്റെ സംരക്ഷിക്കുവാണ്. ആര് എതിർ നിന്നെങ്കിലും, മുഴുവൻ ആൾമാരും ഭരണാധികാരിമാരും എതിർ നിന്നെങ്കിലും അള്ളാഹു നിന്റെ സംരക്ഷിക്കുവാണ്. അള്ളാഹു നിന്റെ കൂടായി തിക്കറ്. ഏത് ഫിത്ന പറമ്പത്തും തഖ്വ കൈകൊള്ളു സാധ്യാവും. എത്ര ഫിത്ന പറട്ടെ തഖ്വ തൊട്ടിಗೆ ಜೀವನ നയിക്കുക സാധ്യ അവരുണ്ടായെങ്കിൽ തിന്മയിൽ നിന്ന് വേണ്ടാത്ത എല്ലാ മോശപ്പെട്ടതായ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കൂ സാധ്യ അവരുണ്ടായെങ്കിൽ യഹ്ഫൽക, അള്ളാഹു നിന്റെ സംരക്ഷിക്കുവാൻ. മഹാനായ ത്വൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ താബി ആയിട്ടുള്ള പണ്ഡിതൻ പടിവായിട്ടുണ്ട്. ഇദാ വഖഅത്തിൽ ഫിത്ന, ഫിത്ന വന്നിട്ടായെങ്കിൽ ഫഅത്ഫിഊഹാ ബിത്തഖ്വ, തഖ്വ കൊണ്ടുത്തു നീനതിനെ കെടുത്തി വിടണോ. തഖ്വ പേര് ഫിത്ന ಯಾರಾಗುತ್ತೋ, ಫಸಾದ್ ಯಾರಾಗುತ್ತೋ, കുഴപ്പങ്ങൾ ಯಾರಾಗುತ್ತೋ, ഫിത്ന ಯಾರಾയുಂಟುಂಡು, ಉಪದ್ರ ಯಾರಾಯುಂಟುಂಡು, ಸೈಕಗೂ ಸಾಧ್ಯವಿಲ್ಲ. ಆ സമയത്ത് നിങ്ങൾ ഫഅത്ഫിഊഹാ, അതിനെ കെടുത്തോണോ, അതിനെ പൊലിക്കോണോ. എങ്ങനെ
എങ്ങനെ പൊലിക്കരേ ഒരു തീ അದ್ರ ഓഫ് ആക്കರೆ എങ്ങനെ അത് ഊതി തിന്നാಗ ಕೆಡ್ತರ ಅದ್ರ ಊದೇಂಡದು ಆ ಫಿತನರ ಕೆಡ್ತೇಂಡದು ಬಿ തക്കുവ കൊണ്ടായി തിക്കുറ് ചന്ത് മഹാനായ ത്വൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാ നമുക്ക് പടിപാടിത്തുണ്ട്. എന്തായി തിക്കുറ് തക്കുവ ചന്ത് അയാൾ പടിപാടുന്ന തക്കുവ അള്ളാഹുരെ അനുസരിച്ചിട്ട് നീന് പ്രവർത്തിക്കുന്നതായി തിക്കുറ് അല നൂറിൻ മിനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല എന്തെല്ല ഇറക്കിറാണ് എങ്ങനെ ജീവിക്കണോ ചെന്നറാണ് അതനുസരിച്ചിട്ട് ജീവിക്കുന്നതായി തിക്കുറ് തക്കുവ ചെന്നെങ്കിൽ തർജൂ സവാബ് അള്ളാഹുരെ പ്രതിഫല ആഗ്രഹിച്ചിട്ട് നീന് പ്രവർത്തിക്കുന്നതായി തിക്കുറ് അമലാക്കുന്നതായി തിക്കുറ് യഥാർത്ഥത്തിൽ തക്കുവ ചെന്നെങ്കിൽ അതുപോലെ എല്ലാ തപ്പിൽ നിന്നും മാറി നിൽക്കുന്നത് അള്ളാഹുരെ പേടിച്ചു കൊണ്ടൊത്തു മാറി നിൽക്കുന്നത് അത് തക്കുവായി തിക്കുറ് ചന്ത് മഹാനായ ത്വൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാ നമുക്ക് പടിപാടുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുല്ലമായിട്ടുള്ള ബന്ധ അത് ഗട്ടിയാവണുണ്ടായെങ്കിൽ അള്ളാഹുരെ സംരക്ഷണ കിട്ടണുണ്ടായെങ്കിലും അള്ളാഹുരെ വിധിവിലക്കുകൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനൊട്ടിಗೆ പടിപാടുന്നുണ്ട് വൈദാ സഅൽത ഫസ്അലില്ല. നീ കേൾക്കറണ്ടായെങ്കിൽ അള്ളാഹുരൊട്ടിಗೆ നീ കേൾക്കണോ. എന്ത് നിനക്ക് കേൾക്കുന്നുണ്ടായെങ്കിലും അള്ളാഹുരൊട്ടിಗೆ കേൾക്കണേന്ന്. എപ്പോഴും നിന്റെ കൂടെ അള്ളാഹു ഉണ്ടാവും. ആറ് വന്നിട്ടായെങ്കിലും ലോകത്തുള്ളേ ആ ഹദീസിലെ അവസാന ഭാഗത്ത് കാണാൻ സാധ്യ ലോകത്തുള്ള മുഴുവൻ ആൾമാർ നിനക്ക് എതിരായി തിന്നെങ്കിലും അള്ളാഹു നിണ്ടൊട്ടിക്കുന്നുണ്ടായെങ്കിൽ അള്ളാഹു നിണ്ടൊട്ടിന്നുണ്ടായെങ്കിൽ നിനക്ക് യാതൊരു നിലക്കുള്ളേ പേടിയും ഉണ്ടാവണം. ഒരാൾക്കും എന്താക്കും സാധ്യല്ല. ലോകത്തുള്ള മുഴുവൻ ആൾമാർ വന്നിട്ടായെങ്കിൽ നിന്റെ ഒരു ദ്രോഹാക്കും സാധ്യല്ല. അതുപോലെ നിന്റെ കൂടെ അള്ളാഹു ഇല്ല ഉണ്ടായെങ്കിൽ ലോകത്തുള്ള എല്ലാ ആൾമാർ നിന്റെ ഒട്ടികൊള്ളാറ്. പക്ഷെ അള്ളാഹു നിന്റെ കൂടെ ഇല്ല ഉണ്ടായെങ്കിൽ നിക്കൊരു സഹായവും ആക്കും ആർക്കും സാധ്യാവൂല ചന്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടി കൊടുക്കും. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുരെ ബന്ധായി തിക്കറ് ഒന്നാമതായിട്ട് ഒരു വിശ്വാസിക്ക് വേണ്ടത് അള്ളാഹു സുബ്ഹാനഹു തആല കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുരെ സൂക്ഷിച്ച് ജീവിക്കണോ ചന്ത് ഇനർക്കന നിങ്ങളൊട്ടിಗೆ വസിയത്താക്കി ഉണ്ടുള്ള ഉപദേശാക്കി ഉണ്ടുള്ള അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചായിട്ട് നിങ്ങളെ മുന്നാൽ ഒന്നാമത്തെ ഖുതുബത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരാളെ ഇഷ്ടപ്പെടേണ്ടെങ്കിൽ അല്ലാഹു അവനക്ക് സംരക്ഷണ കൊടുക്കുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ത് ഇദാ അഹബ്ബല്ലാഹു അസ്സ വജല്ല അബ്ദൻ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടേണ്ടെങ്കിൽ ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടെങ്കിൽ ഹമാഹുദ്ദുന്യാ കമാ യദില്ലു അഹദുക്കും യഹ്മി സഖീമഹു വൽമാ. അള്ളാഹു സംരക്ഷണ കൊടുക്കുവാൻ, പ്രൊട്ടക്ഷൻ ആക്കുവാൻ. ആര് സംരക്ഷണക്ക് ആവശ്യമില്ല. അള്ളാഹുടെ സംരക്ഷണം ഉണ്ടായെങ്കിലും ആര് എതിർത്തുണ്ടായെങ്കിലും നമുക്ക് പേടിക്കൊരു ആവശ്യകതയില്ല. അള്ളാഹു എൻ്റെ ഇഷ്ടപ്പെടേണ്ടായെങ്കിൽ അവർക്ക് പിന്നെ പേടിക്കൊരു ആവശ്യകതയില്ല. ഹമാഹുദ്ദുന്യ ദുനിയാവുൽ അല്ലാഹു അവന്റെ സംരക്ഷണ കൊടുക്കുക. ഏതുപോലെ ചെന്നെങ്കിൽ കമാ യദില്ലു അഹദുക്കും ഒരു പനി പറമത്തുകു നല്ല ചൂടിക്കുമ്പത്തുകു ചെറിയ ചെറിയ കിടാവുക നല്ല പനി ಬಂತು ചൂടാകുമ്പത്തുകു എന്താക്കറാനങ്ങ ഒരു തന്നി കോട്ടൺ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു തുണി എടുത്ത് ടവൽ എടുത്തിട്ട് ശരീരത്തിലെ എല്ലാ ഭാഗത്തും തന്നി വെക്കുന്ന പോലെ തന്നി അല്ലെങ്കിൽ ഐസെല്ലാം വെച്ചിട്ട് തണുപ്പിക്കുന്നത് പോലെ
അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സംരക്ഷിക്കുവാനോ നിങ്ങൾക്ക് എന്ത് പ്രയാസ ബർമത്തു അല്ലാഹു നിങ്ങളെ കാക്കുവാനോ ചെന്തായി തിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിത്ത. അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെടുന്നതായ ആൽമാറായി തീരണം. അതുകൊള്ള മാർഗം ഒരുപാട് അങ്ങനെ ക്വാളിറ്റീസ് അങ്ങനെ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ചന്ദ്ര വിശ്വാസിമാർ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താക്കും ഒരു വിഷയം മാത്രം ചെന്ന് അവസാനിപ്പിക്കുക. ഒന്നാമതായിട്ട് അല്ലാഹു ചെന്നത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അല്ലാഹു നിങ്ങൾ തൗബാക്കണം, എപ്പോഴും തൗബാക്കൊണ്ടിരിക്കണം. തൗബാക്കറ മനസ്സ് വേണം. അല്ലാഹു എപ്പോഴും തൗബാക്കണം. ആ തൗബാക്കുണ്ടായെങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ദുആത്തിൽ ചിലരതായി തിക്കർ ഉദുആക്കിയാൽ പിന്നെ ചിലര ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. നല്ല ശുദ്ധി വരുത്തവു ക്ലീനാവുക ആഗ്രഹിക്കുന്നതായ ആൽമാർ, തൗബാക്കുന്നതായ ആൽമാർ അങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെടുവാനോ. അതുപോലെ നീതിക്ക് വേനായിട്ട് നന്മക്ക് വേനായിട്ട് ആൽമാരെ ജസ്റ്റിസുക്ക് വേനായിട്ട് പ്രവർത്തിക്കുന്നതായ ആൽമാർ അങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെടുക. ആൽമാർക്ക് നല്ലതാക്കും വാഹ്സിനു ആൽമാർക്ക് നല്ലതാക്കും വെടുക്കാക്കണ്ട. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു മുഹ്സിനീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ആൽമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ ആക്കിപ്പോയതായ മുഴുവൻ ദോഷത്തരെ റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മാഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളിൽ ഇന്നത്തെ രോഗം കൊണ്ടെത്തു കഷ്ടപ്പെട്ടതായി എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. പ്രാർത്ഥിക്കുക വസിയത്താക്കിയതായ ആൽമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ രോഗത്തെ എത്ര വേഗ ശിഫ കൊടുത്തു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആൽമാർ പ്രയാസപ്പെട്ടിട്ട് കടം കൊണ്ടെത്തു പ്രയാസപ്പെട്ടതായ ആൽമാരുണ്ട്. കച്ചവടം ഇല്ലാമാർ പ്രയാസപ്പെട്ടതായ ആൽമാരുണ്ട്. അതുപോലെ ഒരുപാട് അങ്ങനെ പ്രയാസത്തിൽ ജീവിക്കുന്നതായ വിശ്വാസിമാർ ഒരുപാട് ആൽമാരുണ്ട്. ഒരുപാട് ആൽമാർ നിരപരാധിയായിട്ട് ജയിലിലുള്ളതായ ആൽമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും നൽകിയിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകമായിട്ട് ഒരു വിഷയം ചെല്ലുകൊള്ളെ ഞങ്ങളെ പള്ളിയുടെ ബിൽഡിംഗ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അവരുടെ പണി പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ജുമാ ഖുത്ബത്തിൽ കേട്ട് തിക്കുവാറ് അതുകൊണ്ടെത്തു അതിൻ്റെ പണി ഫിനിഷായിട്ടുണ്ട്. അതിൻ്റെ പുണ്യ സ്വതക്കത്തും ജാരിയായി തിക്കറ് കാലാകാലം നമ്മൾ മരണപ്പെട്ടിട്ടായെങ്കിലും ഇത് ചിലർ ആവശ്യകതയില്ല. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയതായി ആൽമാറായി തിക്കറ ഞങ്ങളെ കൊണ്ടെത്തു എത്ര സാധ്യമാവും ഞങ്ങളെ കൊണ്ട് താവില്ല ഉണ്ടായെങ്കിൽ കൊടുക്കൂ സാധിക്കുന്നതായ എത്രയോ ആൽമാർ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം എക്കുവാർ. പണമുള്ള ആൽമാർ എക്കുവാർ, ചെലവാക്കുന്നതായ ആൽമാർ എക്കുവാർ. അതുകൊണ്ട് തങ്ങളൊട്ടിಗೆ ചെന്ത് ഈ പണിക്ക് ಸೇರವು ಇದರ ಪುಣ್ಯത്തിൽ നിങ്ങൾ ഭാഗിയാവുക. നിങ്ങൾ പ്രേരണ കൊടുക്കണം. ಅದಕ್ಕೆ ಬೇನಾಯ್ತು നിങ്ങൾ എല്ലാ സഹായ സഹകരണം നിങ്ങൾ ആക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നതുപോലെ നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു ബദൽ തരുവാൻ. ബദൽ തരാമാറിക്കില്ല. ദുനിയാവിലും ബദലായിട്ട് തരുവാൻ അത് സംശയമേ ഇല്ല. ഖുർആൻ ചെന്നതായിട്ട് നിങ്ങൾക്ക് ബദലായിട്ട് തണ്ട. അത് ഏത് രൂപത്തിൽ വേണം തരുവാൻ. കച്ചവടം തരുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ അപകടത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ പരലോകത്തെങ്കിൽ നിങ്ങൾക്ക് അതുകളിൽ പ്രതിഫലം അല്ലാഹു നൽകുവാൻ. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ടെത്തു കഷ്ടപ്പെട്ടതായ ആൽമാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾ രോഗത്തെ എത്ര വേഗ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയതായ ഞങ്ങളെ അബ്ബുമ്മ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളെ റായത്തങ്ങ, ഞങ്ങളെ നിരക്കരങ്ങ, ഞങ്ങളുടെ സംഘടന പ്രവർത്തകന്മാർ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെയും നാളെ പരലോകത്തും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.